ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. യുവശക്തിയാൽ സമ്പന്നമായ രാജ്യമാണ് ഇന്ത്യയെന്നും രാജ്യത്തിന്റെ ഭാവിക്ക് ഊർജ്ജം പകരുന്നത് യുവജനങ്ങളാണെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. ഭരണഘടനാ സ്ഥാപനങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കണമെന്നും ഉപരാഷ്ട്രപതി. കേരള സർവകലാശാലയിലെ സംഭവ വികാസങ്ങൾ സംബന്ധിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ റിപ്പോർട്ട് തേടി. നിപ വ്യാപനം തടയുന്നതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. രജിസ്ട്രേഡ് തപാലും സ്പീഡ് പോസ്റ്റും പാഴ്സലും വീടുകളിൽ ചെന്ന് ശേഖരിക്കാനൊരുങ്ങി തപാൽ വകുപ്പ്. വായന പക്ഷാചരണം സംസ്ഥാനതല സമാപന സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഇന്ന് പത്തനംതിട്ടയിൽ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ പാരാ അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ ലോക 1-ാം നമ്പർ താരം ഇന്ത്യയുടെ ഹർവീന്ദർ സിംഗിന് ഇരട്ട സ്വർണം. വാർത്തകൾ വിശദമായി. ലോകത്ത് യുവശക്തിയാൽ ഏറ്റവും സമ്പന്നമായ രാജ്യമാണ് ഇന്ത്യയെന്നും രാജ്യത്തിന്റെ ഭാവിക്ക് ഊർജ്ജം പകരുന്നത് യുവജനങ്ങളാണെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. കളമശ്ശേരിയിൽ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൽ വിദ്യാർത്ഥികളും അധ്യാപകരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു ഉപരാഷ്ട്രപതി. India today is the most aspirational nation in the world because of its youth. I am more enamored of you and interacting with you because our youth and demographic dividend is envy of the world. You will control the destiny of this country. Our growth engine will fire on all cylinders only with your participation. ഭരണഘടനാ സ്ഥാപനങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കണമെന്നും ഉപരാഷ്ട്രപതി നിർദ്ദേശിച്ചു. കേരളം എന്നും ഇന്ത്യയ്ക്ക് മികച്ച സംഭാവനകളാണ് നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞ ഉപരാഷ്ട്രപതി രാജ്യത്തെ ആദ്യ വനിതാ ജഡ്ജിയെ സംഭാവന ചെയ്ത സംസ്ഥാനമാണ് കേരളമെന്നും ഓർമ്മിപ്പിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മന്ത്രിമാരായ പി രാജീവ്, ആർ ബിന്ദു എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. അതേസമയം ഉപരാഷ്ട്രപതിയുടെ ഗുരുവായൂർ ദർശനം തടസ്സപ്പെട്ടു. മോശം കാലാവസ്ഥയെ തുടർന്ന് ഗുരുവായൂരിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ കഴിയാതെ വന്നതോടെ അദ്ദേഹം കൊച്ചിയിലേക്ക് മടങ്ങുകയായിരുന്നു. കാലാവസ്ഥ അനുകൂലമായാൽ പിന്നീട് വീണ്ടും ദർശനത്തിനെത്തുമെന്നാണ് വിവരം. കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കിയതിലും തിരികെ ചുമതലയേറ്റതിലും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ റിപ്പോർട്ട് തേടി. താൽക്കാലിക VC സിസ തോമസിനോടാണ് ഗവർണർ റിപ്പോർട്ട് തേടിയത്. അതേസമയം കേരള സർവകലാശാല ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാറിനെ രജിസ്ട്രാർ ചുമതലയിൽ നിന്ന് നീക്കി വൈസ് ചാൻസലർ ഉത്തരവിട്ടു. ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചിരുന്നു. മിനി കാപ്പന് രജിസ്ട്രാറുടെ പകരം ചുമതലയും നൽകിയിട്ടുണ്ട്. കേരള സർവകലാശാലയിൽ ഇന്നലെ ചേർന്ന അടിയന്തര സിൻഡിക്കേറ്റ് യോഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സസ്പെൻഷനിലായ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കേസ് പരിഗണിച്ച കോടതി ബന്ധപ്പെട്ട കക്ഷികളോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും വെവ്വേറെ സത്യവാങ്മൂലങ്ങൾ സമർപ്പിച്ചതായാണ് സൂചന. തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ ഹൈക്കോടതി തീരുമാനം നിർണായകമാകും. സംസ്ഥാനത്ത് നിപ വ്യാപനത്തിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഇന്ന് പാലക്കാട് അവലോകന യോഗം ചേർന്നു. പാലക്കാട് നിപ സ്ഥിരീകരിച്ച യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണെന്ന് മന്ത്രി അറിയിച്ചു. രോഗവ്യാപനം തടയുന്നതിന് മുൻഗണന നൽകിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും ശ്രീമതി വീണ ജോർജ് പറഞ്ഞു. ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് രോഗി തുടരുന്നത്. ആദ്യ ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി കഴിഞ്ഞ ദിവസം കൊടുത്തു. രണ്ടാമത്തെ ഡോസ് ഇന്ന് രാവിലെ 7:30 കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സമ്പർക്ക പട്ടികയിൽ 100 പേർ പ്രൈമറി കോൺടാക്ട് ആണ്, 52 പേർ ഹൈ റിസ്ക് കോൺടാക്ട് ആണ്. ഓരോ കേസും വളരെ സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. ഈ ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വ്യാപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ദിവസത്തെ സാമ്പിൾ പരിശോധനയിലൂടെ അത് കണ്ടെത്താനായിട്ട് കഴിയും. വവ്വാലുകളുടെ സാമ്പിളുകൾ എടുക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ നിപ സമ്പർക്ക പട്ടികയിലുള്ളത് 173 പേർ. 12 സാമ്പിളുകളുടെ പരിശോധനാ ഫലം ഉച്ചയോടെ ലഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പാലക്കാട്ടെ അവലോകന യോഗത്തിന് ശേഷം അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ജില്ലയിൽ 4 പേരാണ് ഐസൊലേഷനിൽ ചികിത്സയിലുള്ളത്. നിപ്പ ബാധിച്ച് ചികിത്സയിലുള്ള യുവതിയുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള ഒരു കുട്ടിയുടെ പരിശോധനാ ഫലം നെഗറ്റീവായത് ആശ്വാസമായിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തച്ചനാട്ടുകര മേഖലയിൽ വീടുകൾ കയറിയുള്ള വിവരശേഖരണം തുടരുകയാണ്. ഇതുവരെ 2185 വീടുകളിൽ നിന്ന് ആരോഗ്യ പ്രവർത്തകർ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. മൃഗസംരക്ഷണ വകുപ്പും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പരിശോധനയ്ക്കായി മേഖലയിലെ വളർത്തുമൃഗങ്ങളുടെ സ്രവ സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട്.
നിപ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ കനത്ത ജാഗ്രത തുടരുന്നു. മക്കരപ്പറമ്പ്, കൂട്ടിലങ്ങാടി, കുറുവ, മങ്കട പഞ്ചായത്തുകളിലെ 20 വാർഡുകളാണ് കണ്ടെയ്ൻമെന്റ് സോണുകൾ. മാസ്ക് ധരിക്കണമെന്നും കൂട്ടം കൂടുന്നത് ഒഴിവാക്കണമെന്നും കർശന നിർദ്ദേശമുണ്ട്. വീടുകളിലെ സന്ദർശനവും പനി സർവൈലൻസും തുടരുകയാണ്. കൂടുതൽ ICU, ഐസൊലേഷൻ സൌകര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വായന പക്ഷാചരണം സംസ്ഥാനതല സമാപന സമ്മേളനം സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഇന്ന് പത്തനംതിട്ടയിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനാകും. സ്കൂൾ പ്രവേശനോത്സവ ഗാനം രചിച്ച ഭദ്രഹരിയെ ചടങ്ങിൽ അനുമോദിക്കും. തുടർന്ന് വൈക്കം മുഹമ്മദ് ബഷീർ കൃതിയെ ആസ്പദമാക്കി റീഡിംഗ് തിയേറ്റർ അവതരണം നടക്കും. PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 മുതൽ IV ദാസിന്റെ ജന്മദിനമായ ജൂലൈ 7 വരെ കേരള സർക്കാരും കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലും സംയുക്തമായാണ് വായന പക്ഷാചരണം സംഘടിപ്പിക്കുന്നത്. രജിസ്ട്രേഡ് തപാലും സ്പീഡ് പോസ്റ്റും പാഴ്സലും വീടുകളിൽ ചെന്ന് ശേഖരിക്കാനൊരുങ്ങി തപാൽ വകുപ്പ്. ഇതിനായി സോഫ്റ്റ്വെയർ വികസിപ്പിച്ചു. മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ബുക്ക് ചെയ്യുന്നവർക്കാകും സേവനം. ബുക്ക് ചെയ്ത് പണമടയ്ക്കുമ്പോഴേ ബന്ധപ്പെട്ട പോസ്റ്റുമാന് സന്ദേശം ലഭിക്കും. പോസ്റ്റുമാൻ വീട്ടിലെത്തി തപാൽ ഉരുപ്പടി ശേഖരിക്കും. ഇതുൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ ഉടൻ നടപ്പാക്കും. ബഷീർ കൃതികൾ പരത്തിയ വെളിച്ചം കാലമേറുമ്പോൾ മങ്ങുന്നതിനു പകരം കൂടുതൽ വെളിച്ചമുള്ളതാവുകയാണെന്ന് എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട്. വിവര പൊതുജന സമ്പർക്ക വകുപ്പ്, കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും കളക്ടറേറ്റ് അക്ഷര ലൈബ്രറിയും വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും ബഷീർ ചെറുകഥാ പുരസ്കാരദാനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ നിരക്കുകളിൽ പൊതുമാനദണ്ഡം കൊണ്ടുവരണമെന്ന് CPI കണ്ണൂർ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. പാർട്ടി ജില്ലാ സെക്രട്ടറിയായി CP സന്തോഷ് കുമാറിനെ സമ്മേളനം തിരഞ്ഞെടുത്തു. 2ാം തവണയാണ് CP സന്തോഷ് കുമാർ ജില്ലാ സെക്രട്ടറിയാകുന്നത്. വിവിധ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് നാളെ അർദ്ധരാത്രി ആരംഭിക്കും. മറ്റന്നാൾ അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക്. മറ്റന്നാൾ രാവിലെ രാജ്ഭവന് മുൻപിൽ 10,000 പേർ പങ്കെടുക്കുന്ന പ്രതിഷേധ കൂട്ടായ്മ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ജനറൽ കൺവീനർ എളമരം കരീം ഉദ്ഘാടനം ചെയ്യും. AITUC, CITU, INTUC തുടങ്ങിയ കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ജീവനക്കാരുടെ ഫെഡറേഷനുകളും ആഹ്വാനം ചെയ്ത പണിമുടക്കിന് സംയുക്ത കിസാൻ മോർച്ചയും കേരളത്തിലെ തൊഴിൽ സംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓണത്തിന് പൂക്കളമൊരുക്കാൻ ബന്ദിയും വാടാമുല്ലയും കൃഷിയിറക്കി പത്തനംതിട്ട ജില്ലയിലെ പ്രമാടം ഗ്രാമപഞ്ചായത്ത്. കഴിഞ്ഞ ഓണക്കാലത്ത് പ്രമാടം ഗ്രാമപഞ്ചായത്തിൽ 1 ടണ്ണോളം ബന്ദിപ്പൂക്കളാണ് വിളവെടുത്തത്. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്. അത്തം പിറക്കാൻ ഇനി 50 ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പൂക്കളൊരുക്കി നൂറുമേനി വിളവ് കൊയ്യാൻ ഒരുങ്ങുകയാണ് പ്രമാടം ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിലെ 2, 4, 6, 13 വാർഡുകളിലായി നിലവിൽ 1 ഏക്കർ സ്ഥലത്ത് ബന്ദി വാടാമുല്ല കൃഷിക്ക് തുടക്കമായി. തൈനടിയിൽ ഉദ്ഘാടനം പ്രമാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. നവനീത് നിർവഹിച്ചു. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തൈകളാണ് കൃഷി ചെയ്യുന്നത്. ഓണക്കാലത്തെ വിപണി സാധ്യതയും വിഷമില്ലാത്ത നാടൻ പൂക്കളുടെ ലഭ്യതയും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടാണ് സംസ്ഥാനത്തെ പല സ്ഥലങ്ങളിലും പൂക്കൃഷി വ്യാപകമാകുന്നത്. ഏഷ്യൻ പാര അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ ലോക 1-ാം നമ്പർ താരം ഇന്ത്യയുടെ ഹർവീന്ദർ സിംഗിന് ഇരട്ട സ്വർണം. ഇതോടെ ഇന്ത്യ മെഡൽ പട്ടികയിൽ 2ാമതെത്തി. ചൈനയാണ് 1ാമത്. വനിതകളുടെ കോമ്പൌണ്ട് ഇനത്തിൽ ഇന്ത്യയുടെ ശീതൾ ദേവി, ജ്യോതി എന്നിവരും സ്വർണം നേടി. ഇന്ത്യ 3 വീതം സ്വർണവും വെള്ളിയും വെങ്കലവുമാണ് സ്വന്തമാക്കിയത്. എഡ്ജ് ബാസ്റ്റണിൽ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ചരിത്ര വിജയം. 2ാം മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ 336 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ആദ്യ ഇന്നിംഗ്സിൽ 269 റൺസും 2ാം ഇന്നിംഗ്സിൽ 161 റൺസും ഉൾപ്പെടെ ശുഭ്മാൻ ഗിൽ നേടിയ 430 റൺസാണ് വിജയത്തിൽ നിർണായകമായത്. ആകാശ് ദീപ് 10 വിക്കറ്റ് നേട്ടം കൈവരിച്ചു. ഈ മാസം 10-ന് ലോർഡ്സിലാണ് 3ാം ടെസ്റ്റ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 65 പോയിന്റ് നഷ്ടത്തിൽ 83,368-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 20 പോയിന്റ് ഇടിഞ്ഞ് 25,441-ലും വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. യുവശക്തിയാൽ സമ്പന്നമായ രാജ്യമാണ് ഇന്ത്യയെന്നും രാജ്യത്തിന്റെ ഭാവിക്ക് ഊർജ്ജം പകരുന്നത് യുവജനങ്ങളാണെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. ഭരണഘടനാ സ്ഥാപനങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കണമെന്നും ഉപരാഷ്ട്രപതി. കേരള സർവകലാശാലയിലെ സംഭവ വികാസങ്ങൾ സംബന്ധിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ റിപ്പോർട്ട് തേടി. നിപ വ്യാപനം തടയുന്നതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. രജിസ്ട്രേഡ് തപാലും സ്പീഡ് പോസ്റ്റും പാഴ്സലും വീടുകളിൽ ചെന്ന് ശേഖരിക്കാനൊരുങ്ങി തപാൽ വകുപ്പ്. വായന പക്ഷാചരണം സംസ്ഥാനതല സമാപന സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഇന്ന് പത്തനംതിട്ടയിൽ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ പാര അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ ലോക 1-ാം നമ്പർ താരം ഇന്ത്യയുടെ ഹർവീന്ദർ സിംഗിന് ഇരട്ട സ്വർണം.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.